ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റി ആൻഡ് ഓപ്ഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാങ്ക് നിഫ്റ്റിയും അതുപോലെ എൻ്റെ ഓപ്ഷൻ്റെ ചാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ചാർട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സോഫ്റ്റ്വെയർ കാണിച്ചു തരും ഇന്ന ലെവലിൽ ബൈ ചെയ്യണം, അതിൻ്റെ എക്സിറ്റ് ഏത് ലെവൽ വരുമ്പോൾ നമ്മൾ എക്സിറ്റ് കൊടുക്കണം. അതായത് എൻട്രി എക്സിറ്റ് ആണ് മിക്ക ആൾക്കാരും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രീമിയം ചാർട്ടിൽ അത് വ്യക്തമായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനോ പഠിക്കാനോ താല്പര്യം നിങ്ങൾ സീരിയസ് ആയിട്ടൊരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഞാൻ എടുത്തിരിക്കുന്നത് പുട്ട് ഓപ്ഷൻ 55,700 ചാർട്ടാണ്. അതായത് ഓപ്ഷൻ്റെ ചാർട്ടാണ്. അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആണ് 766 നടക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ഏത് ഓപ്ഷൻ ചാർട്ട് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ആഡ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇതിൽ നമുക്ക് കാണുന്നുണ്ട് ഗ്രീൻ കളറിൽ അപ്പാരോ, അതാണ് നമുക്ക് ബൈ ചെയ്യാനുള്ള സിമ്പൽ. ബൈ സിഗ്നൽ ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജ് വരും. ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിൽ എൻട്രി പോയിന്റ് കാണിച്ചു തരും. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ ലാസ്റ്റ് സിഗ്നൽ എടുക്കുകയാണെങ്കിൽ ബൈ സിഗ്നൽ വന്നിരിക്കുന്നത് 696 അപ്പോൾ നമുക്ക് സോഫ്റ്റ് കാണിച്ചു തരുന്നത് ഇതാണ് എൻട്രി ലെവൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കയറി ട്രേഡുകളിൽ അതിലൊരു നമ്മൾ സോഫ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് സിഗ്നൽ വരുമ്പോൾ അത് കൺഫേം ആണെന്ന് നോക്കുക. അതായത് ബൈ വന്നിട്ടുണ്ട്, അപ്പോൾ മാർക്കറ്റ് കയറുക ഇല്ലയെന്ന് നമുക്ക് അറിയണ്ടേ, അതിനാണ് കൺഫർമേഷൻ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിട്ടാൽ മതി. ബൈ സിഗ്നൽ അതായത് ആരോ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് ഇവിടെ ഇതുപോലെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ആരോ വന്നിട്ട് താഴത്തെ ഈ ബാറുകൾ കണ്ടോ, നമുക്ക് ഓരോ ക്യാൻഡിലും ആണ് ഇങ്ങനെ ഓരോ ബാർ ഫോം ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴെ ഒറ്റ ബാറേ കാണുള്ളൂ. അതെന്തായിരിക്കണം? ഗ്രീൻ കളറിൽ തന്നെ ആയിരിക്കണം. അതായത് നമുക്ക് രണ്ട് കൺഫർമേഷൻ ആണ് വേണ്ടത്. ബൈ വന്നിട്ടുണ്ടെങ്കിൽ താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോൺ ആയിരിക്കും. രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാം. 80 to 90% ആക്യുറേറ്റ് ആണ്. അതായത് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. താഴത്തെ ടാർഗറ്റും ഉണ്ട്. 690 നിൽക്കുന്ന മാർക്കറ്റിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് പറയുന്ന 765 അതായത് ഈ ഫസ്റ്റ് ടാർഗറ്റിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ കട്ട് ചെയ്ത് മാറുക. അപ്പോൾ നമുക്ക് ക്യാപിറ്റലൊക്കെ ഉണ്ട്, നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഇവിടെ കാണിച്ചു ട്രെയിലിംഗ് ആണ്. നമുക്ക് തേർഡ് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ സേഫ് സോൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് മാറുക. എന്നിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ടാർഗറ്റ് വന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇനി മാർക്കറ്റ് ഈ ഒരു സെയിം ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ റെഡ് സ്റ്റാർട്ടും ഉണ്ട്, അതിനെ മാർക്കറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അതിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു റീ എൻട്രി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണം, ഒരു ഡെമോ ട്രൈ ചെയ്യണം, സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുള്ള ട്രേഡിംഗ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നത്. താങ്ക് യു.